ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഹരി, ഒരു പ്രായം കഴിഞ്ഞാൽ ഈ ഓവർ തിങ്കിങ് നടത്തുന്ന ആളുകളാണ് ഭൂരിപക്ഷം എന്ന് തോന്നിയിട്ടുണ്ട്. അതിനൊരു ആവശ്യമുണ്ട്. ഈ അമിതമായ ചിന്തകൾ ആശങ്കകൾ കൂട്ടുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നതിനോട് ഹരി യോജിക്കുന്നുണ്ട്. ഓവർ തിങ്കിങ് ഒരു പ്രായം കഴിയുമ്പോൾ മാത്രമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഓവർ തിങ്കിങ് യഥാർത്ഥത്തിലൊരു വലിയ പ്രശ്നം തന്നെയാണ്. കുട്ടികൾ വരെ എന്തുമാത്രമാണെന്ന് ചിന്തിച്ച് കൂട്ടുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം കുട്ടികൾ വരെ അവരുടേതായിട്ടുള്ള ചിന്തയിൽ കുറേ ചിന്തിച്ച് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് കാണാൻ ഒത്തിരിയുണ്ട്, മനസ്സിലാക്കാൻ ഒത്തിരിയുണ്ട്. അവർ യൂട്യൂബിൽ നിന്ന് ബാക്കി എന്തെങ്കിലും കണ്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ള സ്കൂളിൽ നിന്ന് ബാക്കി കൂട്ടുകാരിൽ നിന്ന് കേട്ടിട്ട് അത് കുടുംബത്തെ സാഹചര്യമായിട്ട് കണക്റ്റ് ചെയ്യാതെ തന്നെ വേറെ അനാവശ്യമായിട്ട് കണ്ടമാനം ചിന്തിച്ച് കൂട്ടി അത് അവസാനം കുടുംബത്തിൽ വലിയ ഇഷ്യൂയിലേക്കൊക്കെ മാറുന്ന ധാരാളം സിറ്റുവേഷൻസ് ഇന്ന് കാണാം. ഇന്ന് നമുക്കറിയാം, പല കുട്ടികളും ഒരു സ്റ്റേജിൽ വഴിവിട്ട് പോകുന്ന, അല്ലെങ്കിൽ കുട്ടികൾ വേറെ കാരണവന്മാരോട് വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കി, അച്ഛനും അമ്മയായി പ്രശ്നങ്ങളുണ്ടാക്കി, അത് എട്ടാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളൊക്കെ വേറെ തലത്തിലേക്ക് മാറിപ്പോകുന്നത് കാണുമ്പോൾ നമുക്ക് അതിശയവും അത്ഭുതവും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. കാരണം ഈ കുട്ടികളിലേക്ക് ചിന്ത എന്നുള്ളത് വളരെ വേറിട്ട ഒരു രീതിയിലാണ് പോകുന്നത്. 24 മണിക്കൂറും അവർ വളരെയധികം കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്താണ് അവർ ചിന്തിക്കുന്നതെന്ന് ഒരു തരത്തിൽ പോലും അവരുടെ പാരൻസിന് മാത്രമല്ല അധ്യാപകർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നീ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, നിനക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്താണ് ഗുണം എന്ന് നമ്മൾ ചോദിച്ചാൽ അതിനവർക്ക് മറുപടിയുണ്ട്. അവരോട് ഇങ്ങനെ ചെയ്യാൻ പറയുക ഇതൊന്നും അവർക്ക് ഒരു തരത്തിലും ദഹിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ട്രാക്ക്, അവർ വേറെ എവിടുന്നോ കിട്ടിയ ചില ചെറിയ കാര്യങ്ങളിൽ നിന്ന് അവർ വലിയ വേറെ അവരുടേതായിട്ടുള്ള ഒരു ചിന്താഗതി ചിന്തിച്ച് കൂട്ടിപ്പോകുന്നു. അവർക്ക് ജീവിതത്തിൽ അത് ഒന്നും ഒരിടത്തും എത്താൻ പറ്റുന്നില്ല. ഞാൻ കുട്ടികളുടെ ഭാഗമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എത്താൻ പറ്റാതെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് അത് പാരൻസിൻ്റെ മുകളിലേക്ക് വരുന്നു. അവർക്ക് അവരുടെ കാര്യങ്ങൾ, അവരുടെ ചിന്തയെപ്പറ്റി സംസാരിച്ച് അതിനനുസരിച്ച് ഇക്വലൻ്റായിട്ട് തിരിച്ച് മറുപടി കിട്ടാൻ സാധ്യതയുള്ള കൂട്ടുകാരോട് അവർ കൂടുതലായിട്ട് അടുക്കുന്നു. അപ്പോൾ ആ കൂട്ടുകാരുടെ ആശയങ്ങളും ഇവരുടെ ആശയത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്തിട്ട് വേറെ തലത്തിലേക്ക് കൂട്ടായ ചിന്തകൾ പോകുന്നു. അവിടെയും ചിന്തകൾ തന്നെ പോകുന്നു. ഇത് പ്രായം തോറും ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ആ ഒരു ലക്ഷ്യത്തിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത തലത്തിലേക്ക് പോകുന്നത് വരെ ഇവരുടെ ചിന്ത, എനിക്ക് എന്താണ് ലക്ഷ്യം എന്നറിയുന്നതിന് പകരം ഞാൻ എന്ത് ജോലി ഇനി ചെയ്യണം എന്നുള്ള സമയത്തും ഇവർ വളരെ വിശാലമായിട്ടുള്ള ഏതൊക്കെയോ പോയിൻറ്റുകളുടെ ശ്രദ്ധയാണ്. ആരും ചിന്തിക്കുന്നത് എൻ്റെ കഴിവിനെ പറ്റിയോ എൻ്റെ യഥാർത്ഥ കോൺട്രിബ്യൂഷൻ ഫാക്ടറിനെ പറ്റിയോ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയല്ല. അതിനൊക്കെ അപ്പുറേക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ എടുത്ത് ആ വിഷയത്തെ ഊതിപ്പെരുപ്പിച്ച് ചിന്തിക്കുകയാണ്. ഇത് വലുതാവും തോറും ഇത് തന്നെ അവസ്ഥ. വലുതാവുമ്പോൾ ഓരോ പ്രായത്തിനനുസരിച്ചിട്ട് നമ്മൾ ആ സമയത്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന വിഷയത്തെ വളരെ പെരുപ്പിച്ച് ചിന്തിക്കുന്നു, മുമ്പോട്ട് പോകുന്നു. അത് പ്രായമായവർക്കും യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ചിന്തകളിലേക്ക് യഥാർത്ഥത്തിൽ പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നത്. കാരണം ചിന്ത എന്നുള്ളതാണ് ഒരു പരിധിക്കപ്പുറത്തേക്ക് ചിന്ത ഒരു അബദ്ധകരമായിട്ടുള്ളൊരു കാര്യമാണ്. ചിന്ത വേണമെങ്കിൽ, നമുക്ക് ചിന്തിക്കാൻ വേണമെങ്കിൽ ആ ചിന്തിക്കാൻ പാകത്തിനുള്ള ലക്ഷ്യം നമ്മുടെ ഉണ്ടാവണം. ഞാൻ എന്തിനു വേണ്ടിയാണ് ചിന്തിക്കേണ്ടത് എന്ന് തീരുമാനിച്ച് ആ വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിച്ചാൽ ആ ചിന്തയ്ക്കുള്ളൊരു ഫലത്തിന് നമുക്ക് ഒരു വ്യവസ്ഥയുണ്ടാവും, അതിനൊരു ടൈം ഫ്രെയിം നമുക്ക് ലഭിക്കും. എനിക്ക് ഇന്ന കാര്യം നടക്കണം, ഞാനതെങ്ങനെ നടത്താം, അത് എന്ന് വേണം, എന്നത്തേക്ക് തീരണം, ഇങ്ങനെ 4-5 പോയിൻറ്റുകൾ വെച്ചിട്ടാണ് ചിന്തയെങ്കിൽ 24 മണിക്കൂർ നമുക്ക് ഓവർ തിങ്കിങ്ങിൻ്റെയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് തിങ്കിങ്ങിൻ്റെയോ ആവശ്യം നമുക്ക് വരില്ല. കാരണം നമുക്കതിനകത്ത് കുറേ ചെക്ക് ലിസ്റ്റുകളും ചെക്ക് പോയിൻറ്റുകളും ഉണ്ടാവും. കാരണം ഇത്ര 5 അടിസ്ഥാന പോയിൻറ്റുകളെ അല്ലെങ്കിൽ 10 അടിസ്ഥാന പോയിൻറ്റുകളെ ബേസ് ചെയ്തിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിനകത്ത് ഗുണവും ദോഷവും ഫലവും എല്ലാം ആ പോയിൻറ്റുകളിൽ നമുക്ക് വരും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിന് ഫലമുണ്ടാവും. ഇതേ വിഷയം തന്നെ നമ്മൾ ഒരു വിഷയം കിട്ടുന്നു, നമ്മൾ രാവിലെ കേൾക്കുന്നു, രാവിലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ തൊട്ട് നമ്മൾ ആലോചിച്ച്, നടക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച്, കിടക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച്, ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ, വൈകിട്ട് തൊട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും തുടങ്ങി, ഇങ്ങനെ 3-4-5 ദിവസം നമ്മളൊരു വിഷയത്തെപ്പറ്റി ചിന്തിച്ചാലും സാധാരണഗതിയിൽ അതിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവാറില്ല. കാരണം ആദ്യം എവിടെ നിന്ന് ആരംഭിച്ചോ അത് അവസാനിക്കേണ്ട ഭാഗത്ത് മാത്രമേ, അവസാനിക്കുന്ന സമയത്തും ആദ്യത്തെ ഭാഗത്തുനിന്ന് ഒരു പോയിൻ്റ് വരെ മാറാതെ സ്ട്രക്കായി നിൽക്കുന്നതാണ് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുക. അപ്പോൾ ചിന്തകൾ യഥാർത്ഥത്തിൽ ഓവർ തിങ്കിങ് ആവുന്നത് അവിടെ നമുക്ക് കൃത്യമായിട്ട് ലക്ഷ്യബോധം എന്നത് നമുക്ക്
തീരുമാനിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ ഏത് വിഷയത്തെപ്പറ്റി നമ്മൾ ആലോചിച്ചോളൂ. നമ്മളൊരു വിഷയത്തെപ്പറ്റി ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം വേണം എന്ന് ആദ്യം ഒന്ന് ചിന്തിച്ച് വയ്ക്കുക. ഒരാഴ്ച ഈ ആഴ്ച എനിക്ക് ഇന്ന കാര്യങ്ങളിൽ എനിക്കൊരു വ്യക്തത വേണം, ഇന്ന കാര്യങ്ങളിൽ എനിക്കൊരു ഐഡിയ കിട്ടണം, ഇന്ന കാര്യത്തിൽ എനിക്ക് തീരുമാനമെടുക്കണം എന്ന് വെച്ചിട്ട് ആ ഒരു സ്പെസിഫിക്കായിട്ട് 5 വിഷയങ്ങളെടുത്ത് ആ 5 വിഷയങ്ങളുടെ ഉള്ളിൽ ഒരു 10 പോയിൻറ്റുകളെ പറ്റി ആക്കിയെടുത്ത് ഓരോ ദിവസങ്ങളിലും ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ 10 പോയിൻ്റിനെ ബേസ് ചെയ്ത് ആലോചിച്ച് അതിലേക്ക് വർക്കിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ഓവർ തിങ്കിങ്ങിനപ്പുറത്തേക്ക് ഒരു ഔട്ട്പുട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയാണ് നമ്മളിതിനെ അപ്രോച്ച് ചെയ്തത് എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ വളരെ കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ഔട്ട്പുട്ട് ഓറിയൻറ്റഡ് ആവും. അല്ല, നമ്മൾ വെറുതെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒരു വേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു സമയം കൊല്ലിയായിട്ടുള്ള ഒരു ചിന്ത മാത്രമായിട്ട് പോവുകയും ചെയ്യും. അത് നമ്മളെ വല്ലാതെ മെൻ്റലി ഡിപ്രസ് ചെയ്യിക്കാനും സാധ്യതയുണ്ട്. ഉറക്കം കെടുത്തുന്ന ചിന്തകൾ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് സാഹിത്യഭാഷയിലൊക്കെ. ശരിക്കും നമ്മൾ വിചാരിച്ചാൽ ഈ ചിന്തകളെ ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കും അല്ലേ? ചിന്തകളെ നിയന്ത്രിക്കുകയല്ല നമുക്ക് വേണ്ടത്, ചിന്തകളെ നമുക്ക് ക്രോഡീകരിക്കുകയാണ് നമ്മുടെ ആവശ്യം. ചിന്തകളുടെ ആവശ്യമാണ് നമുക്ക് ചിന്തിക്കാതിരിക്കുക. കാരണം നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ബ്രെയിൻ എന്നുള്ളതും യുക്തി എന്നുള്ളതും, കാരണം മനുഷ്യൻ ഏറ്റവും കൂടുതൽ എന്താണ്, ബുദ്ധിയോടൊപ്പം തന്നെ അതിനേക്കാളും കൂടുതൽ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ഈ യുക്തി എന്നുള്ളത്. വിജ്ഞാനം എന്നുള്ളത് യുക്തിയോടൊപ്പം ചേർക്കുമ്പോൾ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഫലം എന്നുള്ള സംഭവം ഉണ്ടാവുള്ളൂ. ഈ ലോകത്തുള്ള നിരവധി വിഷയങ്ങളെപ്പറ്റി നമ്മൾ സ്കൂളുകളിലും കോളേജുകളും പുസ്തകങ്ങളൊക്കെ വായിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു യുക്തി, ഇത് ഇന്ന ഭാഗത്ത് ഫലപ്രദമാവുമോ, നമ്മൾ ഈ ഒരു ബുദ്ധി നമ്മൾ ഇവിടെ എടുത്ത് പ്രയോഗിച്ചാൽ കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ഇതാണോ വേണ്ടതെന്ന് സ്വയം ചിന്തിക്കാനുള്ള ഒരു വിശേഷ ബുദ്ധി നമുക്ക് ഏവർക്കും ലഭിച്ചിട്ടുണ്ട്. അതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകത തന്നെയാണ്. ഈ വിശേഷബുദ്ധി നമ്മൾ ഉപയോഗിക്കാതെ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന വിജ്ഞാനം എടുത്ത് ഉപയോഗിച്ച്, വിജ്ഞാനം മാത്രം എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ സ്യൂട്ടബിൾ അല്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് പറ്റുന്ന അബദ്ധത്തിന് വേണ്ടി നമ്മൾ നെഞ്ചടിച്ച് കരഞ്ഞതുകൊണ്ട് കാര്യമുണ്ടാവില്ല. അത് അങ്ങനെ സംഭവിച്ചതിന് ശേഷം അതിനെപ്പറ്റി അയ്യോ എനിക്കിങ്ങനെ അബദ്ധം പറ്റി എന്ന് വിചാരിച്ച് അതിൻ്റെ പ്രോബ്ലത്തെ പറ്റിയും അതിൻ്റെ കോൺസിക്വൻസസിനെ പറ്റിയും ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്നതിനെ പറ്റിയും, അല്ലെങ്കിൽ ഇനി എനിക്ക് കുടുംബത്ത് അല്ലെങ്കിൽ നാട്ടിൽ നിലനിൽപ്പുണ്ടോ എന്നൊക്കെ ആലോചിച്ച് വെറുതെ ചിന്തിച്ച് കൂട്ടിയിരുന്നാൽ ഈ ചിന്തകൾ നമ്മളെ വല്ലാതെ നെഗറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുപോകും. നാളെ ഔട്ട്കം ഇല്ലാത്ത ഒരു മനുഷ്യനാക്കി മാറ്റുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോവാം. കാരണം ലക്ഷ്യബോധമില്ലാത്ത ചിന്തകൾ നമ്മളെ അതിഭീകരമായിട്ട് നമ്മളെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അതിൽ നിന്നുണ്ടാകുന്ന ഡിപ്രഷൻ നമ്മുടെ ടോട്ടലായിട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കും, നമ്മുടെ ക്വാളിറ്റി തിങ്കിങ്ങിനെ ബാധിക്കും. ഒരുപക്ഷെ അങ്ങനെയുള്ള ചിന്ത വേറൊരാളെ, നമ്മളെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ ചിരിക്കാനുള്ള മാനസികാവസ്ഥയിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമ്മളെ പുറകോട്ട് വലിപ്പിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ടൊന്ന് ചിരിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അപ്പുറം നിൽക്കുന്നവർ കഴിയാത്തടത്തോളം കാലം സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുക ഇയാൾക്ക് എന്താണ്, എൻ്റെ അടുത്ത് കണ്ടാലൊന്ന് ചിരിക്കാൻ പോലും പറ്റില്ല, അങ്ങനെയുള്ളവർ എനിക്ക് വേണ്ട എന്ന് വെച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് സ്വാഭാവികമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി എന്നുള്ള അവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള അപകടങ്ങളിലേക്ക് നയിക്കുമെന്നത് നമുക്ക് ചിന്തിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് നല്ല ചിന്തകൾ വേണമെങ്കിൽ ലക്ഷ്യങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. നമ്മുടെ മുമ്പിൽ നമ്മളെക്കൊണ്ട് ആവശ്യമുള്ള, അല്ലെങ്കിൽ ഈ നമ്മുടെ ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റികളെ, സാഹചര്യങ്ങളെ, വേറൊരാൾക്ക് വേണ്ട ആവശ്യങ്ങളെ, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും ഒരു പ്രോഡക്റ്റോ സർവീസോ നമ്മൾ ഉണ്ടാക്കുന്നത് പോലും മറ്റുള്ളവരുടെ ആവശ്യം കണ്ടിട്ടാണ്. വേറൊരാൾക്ക് എന്ത് ആവശ്യമുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും സർവീസുകൾ ഉണ്ടാക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ എന്നുള്ള വ്യക്തിയെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാവണം ഗുണം എങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുകയും അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യാൻ വേണ്ടിയുള്ള ചിന്തകൾ കൊണ്ടുവരികയും ആ ചിന്തകളെ ഔട്ട്പുട്ട് ഓറിയൻറ്റഡായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുക. ഓരോ സ്റ്റേജിനനുസരിച്ച് ചിന്തകളുടെ ലൈനുകളിലും അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം വരുത്താം, അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം. ഇന്ന് നമ്മൾ ചെറിയൊരു വിഷയത്തെ പറ്റിയാണെങ്കിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ ചിന്തിച്ചു തുടങ്ങും, വലിയ വലിയ വിഷയങ്ങളിലേക്ക് ചിന്തിക്കാൻ പാകത്തിന് നമ്മൾ പ്രാപ്തരാകും. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ചിന്തയുടെ വലിപ്പം കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളെ ക്രോഡീകരിക്കാനുള്ള നമ്മുടെ കഴിവിനും ആ വളർച്ച ഉണ്ടാവണം. അല്ലെങ്കിൽ ചിന്തയായി മാത്രമിരിക്കും. ചിന്തകൾ നിങ്ങളുടെ ഉറക്കം കെടുത്താറുണ്ടോ? എങ്കിൽ ഉറപ്പായും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.